ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബീട്രൂട്ട് വെച്ച് ഒരു ലിപ് ബാം ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ബീട്രൂട്ട് വെച്ച് ലിപ് ബാം ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ. വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ അത്യാവശ്യം മീഡിയം ലെവലുള്ള ഒരു ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതാണ് നമ്മൾ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം കേട്ടോ. എന്താണ് എല്ലാവർക്കും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖം തന്നെ കേട്ടോ. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ലൈഫിൽ നമ്മൾ ബീട്രൂട്ട് ഉൾപ്പെടുത്തണം നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? നമ്മുടെ ഫുഡിൽ നമ്മളെപ്പോഴും നമ്മുടെ ബീട്രൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തണം കേട്ടോ. നല്ലതാണ് കേട്ടോ. നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനും രക്തത്തിൻ്റെ അളവ് കൂട്ടാനും നമ്മുടെ കളർ വയ്ക്കാനൊക്കെ നമുക്ക് ബീട്രൂട്ട് കഴിക്കുന്നത് മൂലം കിട്ടുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് തേക്കുകയോ അല്ലെങ്കിൽ ബീട്രൂട്ട് ഉണക്കി പൊടിച്ച് അത് മുഖത്ത് പുരട്ടുകയോ ചെയ്താൽ നല്ലതാണ് കേട്ടോ. മുഖത്തിന് കളർ വയ്ക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഫുള്ളായിട്ട് എല്ലാ ആവശ്യങ്ങൾക്കും നമ്മുടെ ഈ ബീട്രൂട്ട് ആവശ്യമാണ് കേട്ടോ. അതായത് നമ്മൾ ബീട്രൂട്ട് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയൊരു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഈ ബീട്രൂട്ട് ഉണ്ട് അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ. തോരൻ വെച്ച് കഴിക്കാനും കറി വെച്ച് കഴിക്കാനും പിന്നെ അതുപോലെ നമ്മുടെ മുഖത്ത് അല്ലേ കളർ വയ്ക്കാനും എല്ലാത്തിനും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മുടെ ലിപ് ബാം, ചുണ്ടിലെ വരൾച്ച മാറാനും നമ്മുടെ ചുണ്ടിന് നല്ല കളർ വയ്ക്കാനും നല്ല എന്താ പറയുക ചുണ്ടിൻ്റെ മുരിച്ചിൽ മാറാനും ഒക്കെ ബീട്രൂട്ടിൻ്റെ ഈ ലിപ് ബാം കൊണ്ട് ഉപയോഗിക്കുന്നു കേട്ടോ. അതാ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബീട്രൂട്ട് എടുക്കുമ്പോൾ നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബീട്രൂട്ട്, അത്യാവശ്യം എന്താ ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് എടുക്കാൻ നോക്കണം കേട്ടോ നിങ്ങൾ. എന്നാലും അതിൻ്റെ നല്ല ജ്യൂസ് കിട്ടുള്ളൂ കേട്ടോ. ഞാനതാ മിക്സിയുടെ ജാറെടുത്ത്, ചെറിയ ജാറെടുത്ത് അത് അരച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അരച്ചെടുക്കാൻ പോകുന്നുണ്ടേ. അതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ബീട്രൂട്ട് കണ്ടറിയാലോ, നല്ല ഫ്രഷ് ബീട്രൂട്ടാണ് കേട്ടോ അത്. അപ്പം നമുക്കത് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതാ നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ? ഇനി നമുക്കത് ഒരരിപ്പയിലിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അരിപ്പയില്ലെങ്കിൽ അല്ലെങ്കിൽ തുണി വെച്ച് അരിച്ചാലും മതി കേട്ടോ. നിങ്ങൾക്ക് അരിപ്പയിലിട്ട് അരിക്കുകയോ അല്ലെങ്കിൽ തുണി വെച്ച് വെള്ളത്തുണി വെച്ച് അരിച്ചെടുക്കുകയോ ചെയ്യാം കേട്ടോ. അരിപ്പയിലിട്ട് അരിക്കുമ്പോൾ ഒരുപാടൊന്നും അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ ജ്യൂസ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്നറിയോ? ഞാനപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് പിഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല കേട്ടോ. അത് കുറച്ച് നേരം ഞാനിങ്ങനെ അരിപ്പയിലിട്ട് സ്പൂൺ കൊണ്ട് ഞെക്കി പിഴിഞ്ഞെടുത്തു. അതിനുശേഷം ഞാൻ അത് കയ്യിൽ എടുത്ത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ദാ ഇത്രയും ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കളറല്ലേ, നോക്കിയേ അല്ലേ? അടിപൊളിയല്ലേ? നമുക്ക് ഈ ജ്യൂസ് കൊണ്ട് നമുക്ക് ലിപ് ബാം ഉണ്ടാക്കാം. അതുപോലെ പൗഡർ ഉപയോഗിച്ചും നമുക്ക് ലിപ് ബാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതാ ഞാൻ കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. കട്ട പിടിക്കാതെ, അടിയിൽ പിടിക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഏത് വീട്ടമ്മമാർക്കും നിഷ്പ്രയാസം ഇത് ചെയ്തെടുക്കാം കേട്ടോ. വീട്ടമ്മമാർക്ക് മാത്രമല്ല, ഏത് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ, അല്ലേ? ഈ വീഡിയോ കാണുന്ന ആർക്കും എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് തരണം കേട്ടോ. ഒരു ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ളൊരു വിജയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് വന്ന് ആയിട്ടുണ്ട് കേട്ടോ, ആയി വരുന്നുണ്ട് കേട്ടോ. നല്ല കളറല്ലേ ബീട്രൂട്ടിൻ്റെ ഈ ജ്യൂസിന്? നോക്കി, നല്ല ഫ്രഷ് ജ്യൂസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കളറുള്ള നല്ല നീര് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ കൈ വിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടിപിടിച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കരിയരുത് കേട്ടോ നമ്മുടെ ഇത് ബീട്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ നമ്മുടെ കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് അതിലേക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് കേട്ടോ. ദാ 1/2 സ്പൂൺ നെയ്യ് ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല നാടൻ നെയ്യാണ് കേട്ടോ ചേർത്തേക്കണേ നമ്മൾ. പരമാവധി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് അല്ലെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള നെയ്യ് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു ഐറ്റംസും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മുടെ വൈറ്റമിൻ ഇ ഓയിലിൻ്റെ ഒരു ക്യാപ്സൂളാണ് കേട്ടോ ചേർക്കാൻ പോകുന്നത്. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബീട്രൂട്ടിൻ്റെ എന്താ പറയുക, ലിപ് ബാമിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിളല്ലേ? വളരെ സിമ്പിളാണ്. ഏത് വീട്ടമ്മമാർക്കും വളരെ നിഷ്പ്രയാസം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കടയിലൊക്കെ കെമിക്കൽസൊക്കെ ചേർന്നിട്ടുണ്ടാവും. വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കടയിലൊക്കെ കിട്ടുന്ന ലിപ് ബാമൊക്കെ വളരെ കെമിക്കൽസൊക്കെ ചേർന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും നമ്മുടെ വീട്ടിലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കാശ് മുടക്കി ഒന്നും നിങ്ങൾക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ബീട്രൂട്ട് ഇപ്പോൾ എല്ലാവർക്കും നിഷ്പ്രയാസം വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ബീട്രൂട്ട് അല്ലേ? നെയ്യും അങ്ങനെ. വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളിന് അധികം കാശാവുന്നില്ലല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ടിൻ്റെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ലിപ് ബാം മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ ബീട്രൂട്ടിന് ലിപ് ബാം ഒഴിച്ച് വയ്ക്കാനായിട്ട് നമ്മൾ 2 ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനിവിടെ ഉണ്ടാക്കുന്ന ലിപ് ബാമിൻ്റെ ബോട്ടിൽസ്, ലിപ് ബാമിന് വേണ്ടി എടുക്കുന്ന ബോട്ടിൽസാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ചൂടോടെ ഇട്ടുന്നോർത്ത് ബോട്ടിലിനൊരു കുഴപ്പം പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസാണ് യൂസ് ചെയ്യണമെങ്കിൽ ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ആ ബോട്ടിലിൽ എടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് 2 ബോട്ടിലാട്ടോ കിട്ടിയേക്കുന്നത്. ഈ 2 ബോട്ടിൽ കുറേ നാളത്തേക്കുണ്ട് കേട്ടോ നമുക്ക്. അത് ഫ്രിഡ്ജിൽ യൂസ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്ത് സൂക്ഷിക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പുറത്ത് വെച്ചത് ചീത്തയാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഇത് അത്യാവശ്യം ജ്യൂസ് ആയതുകൊണ്ട് പുറത്ത് വെച്ചത് കേടാവും കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ എന്താ പറയുക, നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൗഡർ ഉണക്കി പൊടിച്ചതാണെങ്കിൽ നമുക്കത് പുറത്ത് വെച്ച് 4 മാസം വരെ യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട്. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് ആയതുകൊണ്ട് നമുക്കിത് ഫ്രിഡ്ജിൽ എന്തായാലും യൂസ് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് 2 ബോട്ടിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ. നമ്മുടെ ഇത് വായിപ്പോയാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് കുട്ടികളുടെ വായിപ്പോയാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതിൽ നെയ്യല്ലേ ചേർത്തേക്കുന്നത്, അതുകൊണ്ട്. നമ്മുടെ ബീട്രൂട്ടിൻ്റെ ലിപ് ബാമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ? അടിപൊളിയല്ലേ? നോക്കിയേ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. 1 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് നോക്കിയാലോ? കുറച്ച് മതി കേട്ടോ. നമ്മൾ വായിൽ പോയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ബീട്രൂട്ടല്ലേ? ബീട്രൂട്ട് നെയ്യല്ലേ, അപ്പോൾ നമ്മുടെ വായിൽ പോയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. അടിപൊളിയല്ലേ? എന്ത് രസമല്ലേ കളർ കാണാനായിട്ട്? സൂപ്പർ, അടിപൊളിയല്ലേ? നമ്മുടെ മുഖം തന്നെ അങ്ങോട്ട് മാറിപ്പോയുണ്ടോ? ചുണ്ടിൻ്റെ ഈ ബീട്രൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലിപ് ബാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നമ്മുടെ ചുണ്ടിൻ്റെ വരൾച്ച എല്ലാം നമ്മുടെ മാറിക്കിട്ടും. ചുണ്ട് നല്ല സോഫ്റ്റ് ആവാൻ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ കളർ വയ്ക്കാൻ, നമ്മുടെ ചുണ്ടിന് നല്ല കളർ വയ്ക്കാനും സഹായിക്കും കേട്ടോ നമ്മുടെ ഈ ലിപ് ബാം. അപ്പോൾ ഏത് ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിലും നമ്മുടെ ഈ ലിപ് ബാം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇവർക്കും എല്ലാവരും ഇതിൻ്റെ ഫീഡ്ബാക്കും താഴെ അറിയിക്കും കേട്ടോ. അപ്പോൾ ടാറ്റാ, ഓൾ ബൈ, ടാറ്റാ.